നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ UDF-ൽ ഊർജിതമായി. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനൊപ്പം നിൽക്കുന്ന കാഞ്ഞിരപ്പള്ളി തിരിച്ചുപിടിക്കൽ ലക്ഷ്യമിട്ട് അപ്രതീക്ഷിത നീക്കം നടത്താനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. LDF-ൽ നിന്ന് സീറ്റ് തിരിച്ചുപിടിക്കാൻ ദേശീയ തലത്തിലുള്ള ഒരു മുഖത്തെ കൊണ്ടുവരാനാണ് നീക്കം. AICC സെക്രട്ടറിയും ടാലന്റ് ഹണ്ട് സോണൽ കോർഡിനേറ്ററുമായ അഡ്വക്കേറ്റ് മാത്യു ആന്റണിയെ പാർട്ടി സ്ഥാനാർത്ഥിയായി AICC നേതൃത്വം നിർദ്ദേശിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു. ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ മരുമകനായ ആന്റണി ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. നിലവിൽ മുംബൈയിലാണ് താമസം. മേഘാലയ, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നിവയുടെ ചുമതലയുള്ള AICC സെക്രട്ടറിയാണ് അദ്ദേഹം. ശക്തമായ അക്കാദമിക് മാനേജ്മെന്റ് യോഗ്യതകളുള്ള ഒരു സമർത്ഥനായ സംഘാടകനായിട്ടാണ് മാത്യു ആന്റണിയെ പാർട്ടിക്കുള്ളിൽ അറിയപ്പെടുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയ ഒരു സർവേയിൽ പ്രാദേശിക സ്ഥാനാർത്ഥികളെക്കാൾ മാത്യു ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ അനുകൂലിച്ചതായി പറയപ്പെടുന്നു. മുതിർന്ന നേതാവ് ജോസഫ് വാഴക്കൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകൾ മരിയ ഉമ്മൻ എന്നിവരും സീറ്റ് ലക്ഷ്യമിടുന്നവരിൽ ഉൾപ്പെടുന്നു. കാഞ്ഞിരപ്പള്ളിയിലെ കരിമ്പാറപ്പറമ്പിൽ കുടുംബത്തിലാണ് മാത്യു ആന്റണിയുടെ വേരുകൾ. അതുകൊണ്ട് തന്നെ ദേശീയമായ തലത്തിലുള്ള പദവിക്കൊപ്പം പ്രാദേശികമായ ഒരു ബന്ധം സ്ഥാപിക്കാനും മാത്യുവിന് കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ദേശീയ പ്രാധാന്യമുള്ള മണ്ഡലമായതിനാൽ തന്നെ മത്സരം പ്രാദേശിക നേതാക്കൾക്ക് മാത്രമായി വിടാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു. കേരള കോൺഗ്രസ് എം നേതാവ് N ജയരാജ് തുടർച്ചയായി 4ാം തവണയും മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ട കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെ BJP പരിഗണിക്കുന്നുവെന്നാണ് സൂചന. അതിനാൽ ദേശീയ സ്വാധീനമുള്ള ഒരു കത്തോലിക്ക സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് വിജയത്തിന് സഹായമാകുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ BJP സ്ഥാനാർത്ഥിയായാൽ കാഞ്ഞിരപ്പള്ളി ദേശീയ ശ്രദ്ധ നേടും. ഈ സാഹചര്യത്തിൽ UDF-ന് ശക്തനായ ഒരു സ്ഥാനാർത്ഥി ആവശ്യമാണ്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മാത്യു ആന്റണിയാണ് മണ്ഡലത്തിൽ ഏറ്റവും അനുയോജ്യൻ, ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു. തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ പഠിക്കുമ്പോഴാണ് മാത്യു ആന്റണി KSUവിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. പിന്നീട് 1994-ലും 97-നും ഇടയിൽ ഭാരതമാതാ കോളേജിലെ KSU യൂണിറ്റിന്റെ പ്രസിഡന്റായിരുന്നു. 2 MBA ബിരുദധാരിയായ അദ്ദേഹം മാനേജ്മെന്റ് വിദഗ്ധനെന്നും അറിയപ്പെടുന്നു. മുംബൈയിലെ അദ്ദേഹത്തിന്റെ സംഘടനാ പരിചയവും കാഞ്ഞിരപ്പള്ളിയിലെ വ്യക്തമായ നെറ്റ്വർക്കുകളും പ്രചരണത്തിന് ഊർജ്ജം പകരുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. മെട്രോ ലെവൽ എക്സ്പോഷറുള്ള ഒരു സ്ഥാനാർത്ഥി മണ്ഡലത്തിന് പുതിയ വികസന ദർശനം കൊണ്ടുവരുമെന്ന് നേതാക്കൾ വാദിക്കുന്നു. അതേസമയം കാഞ്ഞിരപ്പള്ളി കത്തോലിക്ക സമൂഹത്താൽ സ്വാധീനിക്കപ്പെടുന്ന സ്ഥലമാണെങ്കിലും ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം UDF-ന് പ്രതികൂലമായേക്കാമെന്ന ആശങ്ക മുതിർന്ന കോൺഗ്രസ് നേതാവ് പങ്കുവച്ചു.